ഓശാന പെരുന്നാൾ പീഡാനുഭവ ആഴ്ചയുടെ തുടക്കമായി നാം കാണുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായി യേശുവിൻ്റെ യെരൂശലേം പട്ടണത്തിലേക്കുള്ള പ്രവേശനവും യെരൂശലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണവും വിവരിക്കുന്നുണ്ട്. കർത്താവ് യെരൂശലേം പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ ആളുകളുടെ വലിയ ആവേശം നിമിത്തം യെരൂശലേം ഞെട്ടിവിറച്ചു എന്നാണ് വിശുദ്ധ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ ഈ വരവിൽ 3 തരത്തിലുള്ള മുഖവിളികൾ അവിടെ ഉണ്ടായതായി നാം കാണുന്നു. ഒന്നാമതായി ദാവീദ് പുത്രന് ഓശാന എന്ന് പാടിപ്പുകഴ്ത്തുന്ന കുഞ്ഞുങ്ങളുടെയും കർത്താവിൻ്റെ അകമ്പടി സേവിച്ച ആളുകളുടെയും വലിയ ആരവം നിറഞ്ഞ ശബ്ദമായിരുന്നു. രണ്ടാമത്തേത് കുരുടന്മാരുടെയും അഗതികളുടെയും മുടന്തന്മാരുടെയും കുഷ്ഠരോഗികളുടെയും ആരുപോലുമില്ലാത്തവരുടെയും പ്രാർത്ഥനാ ശബ്ദം നിറഞ്ഞ കൊയറായിരുന്നു. അവർ ആലംബഹീനരായിരിക്കുന്ന അവർക്ക് ദാവീദ് പുത്രന് ഓശാന എന്ന് കേട്ടപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആശ്വാസം ലഭിക്കുന്നതായി മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മൂന്നാമത് ഒരു കൊയറും കൂടി അവിടെ കാണുന്നു. അത് യഹൂദ മതത്തിലെ പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിമർശനത്തിൻ്റെ ഗീതങ്ങളാണ്. നന്മ എവിടെ കണ്ടാലും അതിനെ തള്ളിപ്പറയുന്ന യഹൂദ മത നേതൃത്വത്തെ കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവ് വിലപിക്കുന്നുണ്ട്. അത്തിമരം ഉണങ്ങിപ്പോയതുപോലെ ഫലം കായ്ക്കേണ്ട ദൈവജനമാകുന്ന അത്തിമരം നശിച്ചു പോകുന്നത് കർത്താവിന് വേദനയുളവാക്കിയ സംഭവമാണ്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ എന്ന് വെള്ളിയാഴ്ച ദിവസം കർത്താവ് പറഞ്ഞെങ്കിൽ ഈ ഓശാനയുടെ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ്. അതുകൊണ്ട് ഈ ഓശാന പെരുന്നാളിൽ നമുക്ക് കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ദാവീദ് പുത്രന് ഓശാന പാടുകയും കർത്താവിൻ്റെ നമ്മുടെ മനസ്സിൽ കർത്താവിനെ പ്രതിഷ്ഠിക്കുവാനും പുതിയ ഒരു പ്രതീക്ഷയോടെ ആത്മീയ ജീവിതം നയിക്കുവാനും ഇടയായി തീരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.